ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരുപാട് ദിവസമായി ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഇനിയും ആരും ഇതുപോലത്തെ അവസ്ഥയിൽ പെടാൻ പാടില്ല എന്നുള്ള ഒരു ഇതിൽ. എന്നുവെച്ചാൽ ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നത്. അവരെ കഷ്ടപ്പെടുന്ന നമ്മൾ വിചാരിക്കും നമ്മളോട് സ്നേഹം കൊണ്ട് ആരും വന്ന് നമ്മളോടൊന്ന് പറഞ്ഞ് നിങ്ങളത് ഇത് ചെയ്യുന്നു. പക്ഷെ അവർക്ക് അവരുടെ സ്നേഹം കൊണ്ടൊന്നല്ല ആരും നമ്മളടുത്ത് വന്നൊന്നും പറയുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയാണ് അവർ തേടുന്നത്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും എന്നെപ്പോലെ പാവപ്പെട്ട ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്നുമില്ലാണ്ട് പല അപമാനവും കേട്ട് പല ആൾക്കാരോ അപമാനവും കേട്ട് ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കഷ്ടപ്പെട്ടിട്ടും മുന്നോട്ട് പോകാണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദിവസത്തെ വേദനകളും പ്രയാസങ്ങളും. അതുകൊണ്ട് അവരെ എല്ലാവരും അറിയേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അനുഭവിക്കുന്ന വേദന പോലെ ഇനി നിങ്ങൾ അനുഭവിക്കാണ്ട് നിൽക്കുക. വളരെയേറെ നിങ്ങൾ ഓരോ ജീവിതത്തിലും ഓരോന്നും ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവരും നമ്മളോട് സ്നേഹമാണ്. ഇല്ല, എല്ലാവർക്കും നമ്മളോട് സ്നേഹമല്ല. നമ്മൾ ഒരു സന്ദർഭം കിട്ടിയാൽ നമ്മളെ ബാക്കിൽ നിന്ന് പരിഹസിക്കാനും പുച്ഛിക്കാനും നമ്മളെ അതേ ആൾക്കാരുണ്ടാവും. നല്ല ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 1000-100 ആൾക്കാരെ നമുക്ക് നല്ലത് ചെയ്യാനുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കാം മുന്നോട്ട് പോകുന്നുണ്ടത്. നിങ്ങളിപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ പൈസ ആയാലും എല്ലാം ആയാലും നിങ്ങൾ ഓരോ ദിവസത്തെ കണക്ക് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ട് വെക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ചതി പറ്റി. ഒരുപാട് ചതി എന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് എല്ലാ കാര്യം എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് എൻ്റെ തലയിലിട്ടിട്ട് ഇപ്പം എന്നെ കുറ്റക്കാരത്തിയാക്കിയിട്ടാണ് പല രീതിയിലും ഇപ്പം കാണുന്നത്. ഞാൻ കൊടുക്കാനുള്ളതും ഉണ്ട്, പക്ഷെ കൊടുക്കാനുണ്ട് ശരി തന്നെ, അതിന് കണക്കുണ്ട്. പക്ഷെ പല കാര്യങ്ങൾക്കും കണക്കില്ലാണ്ട് തന്നെ ചതിയിൽ പെടുത്താനായിട്ട് പല ആളും ശ്രമിക്കുന്നുണ്ട്. ഇത് ശ്രമിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയും വളരെയേറെ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. നിങ്ങളെ ഗ്രൂപ്പ് ലോൺ എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ഓരോ കണക്ക് നിങ്ങൾ എഴുതി ഡേറ്റ് അടക്കം നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് മാത്രം നിങ്ങൾ നോക്കണം. നിങ്ങൾ കൊണ്ടുവന്നാൽ ഇന്നേ ഡേറ്റിന് ഇന്നേ നമ്മൾ പൈസ വാങ്ങി എന്നിട്ട് നിങ്ങൾ വെക്കുക. ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. എന്ന് വെച്ചാൽ ആ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ എങ്ങനെയും പൈസ വാങ്ങി നമ്മളെ വീട്ടിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളെ മാറ്റാനേ നോക്കും. ആ സമയത്ത് ഒന്നിനും നമുക്കല്ലായി നമ്മളെ മക്കൾ പട്ടിണിയാകാൻ പാടില്ല, നമ്മളെ വീട്ടിലൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല, വാടക കൊടുക്കുമ്പോൾ ഇതാകാം. അപ്പം നമ്മൾ അമ്മമാർ കൂടുതൽ ചെയ്യുന്നതും അതന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും നമ്മളെ മക്കളെ സ്നേഹിച്ചിട്ട് നമ്മൾക്ക് ലാസ്റ്റ് വേദന അനുഭവിക്കേണ്ടി വരുന്ന ഓരോ പ്രയാസങ്ങൾ ഇപ്പം കണ്ടില്ല. ഇപ്പം എന്താണെന്ന് പറയേണ്ട ഒരമ്മമാരോ സഹിക്കുന്ന പ്രയാസം ആർക്കും അറിയാൻ പറ്റില്ല. അതൊരു അനുഭവിച്ച ഒരമ്മമാർക്കേ അതറിയാൻ പറ്റൂ. ഓരോ വ്യക്തിയും ഓരോ അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആ വേദനകൾ മനസ്സിലാവും. മറ്റുള്ള ആളുകൾ നമ്മളെ എത്രയോ പരിഹസിക്കും. അവർക്കതില്ല. അത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. എന്നെ ഒരുപാട് പരിഹസിച്ചിട്ട് എൻ്റെ കൂടെ നിന്ന് കഴുത്തിൽ കൈ കെട്ടിട്ട് തിരിഞ്ഞപ്പുറം പോയിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവരെ അത്രയേറെ സ്നേഹിക്കുകയും അത്രയേറെ വിശ്വസിക്കുകയും ചെയ്ത ആൾക്കാർ എന്നെ ഇട്ട് ചതിച്ചു. എന്ന് വെച്ചാൽ അതൊരു വലിയ വിഷമം കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വന്നത്. എന്ന് വെച്ചാൽ പല രീതിയിലും ഞാൻ അറിയില്ലായിരുന്നു അവർ ഇങ്ങനെ ചെയ്യുന്നു. ഇത് എന്തെങ്കിലും എന്നെ വേദനിപ്പിക്കാനും എന്നെ ബുദ്ധിമുട്ട്. ഞാൻ എല്ലാ സത്യസന്ധയിൽ ഇത്ര കാലം ചെയ്യുകയും പിടിക്കുകയും എല്ലാം ചെയ്തത്. പക്ഷേ ഒരു സാഹചര്യം ഒരു ബുദ്ധിമുട്ട് സാഹചര്യം വന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങളായിരിക്കും വരാല. കൊറോണ വന്നിട്ട് നമ്മളെല്ലാം ടൈലർ ജോലി എടുക്കുന്നതാണ്. കൊറോണ വന്നതിന് ശേഷം ആർക്കും ജോലിയില്ല, കൂലിയില്ല. എത്ര കഴിഞ്ഞിട്ടാണ് നമുക്കെല്ലാം പിന്നെ ജോലി വന്നത്. അതുവരെ വാടക പെൻഡിങ്ങായി, ലൈറ്റ് ബില്ല് പെൻഡിങ്ങായി, അങ്ങനെ പല വിഷമങ്ങളും നമുക്കുണ്ടായി. അത് പിന്നെ ടൈലർ ജോലി എടുത്തില്ല എല്ലാവർക്കും അറിയുന്ന സംഭവം. ആഴ്ച ജോലി എടുത്തിട്ട് അത് ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ച് കുടുംബശ്രീ എന്നായാലും നമ്മൾ ഈ ഫിനാൻസിലൂടെ അപ്പം ഒരുപാട് സ്ത്രീകളുണ്ടാവും ഇങ്ങനെ. അപ്പോൾ നമ്മൾ പലതും ചെയ്യുമ്പോൾ ഒരുപാട് സ്ത്രീകൾ വരും. നീ അത് ചെയ്യും, നീ ഇത് ചെയ്യും, മറ്റേത് എല്ലാം എൻ്റെ കഴുത്തിലങ്ങ് ഇടും. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പരസ്പരം കൂടി നല്ല രീതിയിൽ ലോൺ എടുക്കും. നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും. പക്ഷെ പിന്നെ കുറേ കഴിയുമ്പോൾ അവർ നമ്മളെ തന്നെ ഉള്ളൂടെ ശ്രദ്ധിക്കാൻ നിൽക്കും. നമ്മൾ പൈസയെല്ലാം കൊടുക്കുകയും കണക്കും എല്ലാം കൃത്യമായിട്ട് കൊടുക്കും. പിന്നെ ഈ ഫിനാൻസിൽ തന്നെ പല രീതിയിലും ഇന്ന് വരുന്ന ആളായിരിക്കില്ല, നാളെ വരുന്ന ആൾ. ചില ആൾ കണക്ക് തരില്ല, ചില ആൾ നമ്മൾ ഗൂഗിൾ പേയിൽ അയച്ചാൽ അതിന് കണക്കുണ്ടാവില്ല. അങ്ങനെ പല വിഷമങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഇനി അടുത്ത ഏതൊരു സ്ത്രീകൾ പാവപ്പെട്ടാക്കാന്ന് കൂടുതൽ. എന്താ പാവപ്പെട്ട ആളോട് കളിച്ചാൽ അവർക്ക് ചോദിക്കാനും പറയാനാവില്ല. അവർക്ക് വീടില്ല, അവർക്ക് പണം ഉണ്ടെങ്കിലേ കുടുംബങ്ങളുണ്ടാവും. പണം ഉണ്ടെങ്കിൽ കുടുംബങ്ങളുണ്ട്, പണമില്ലേ കുടുംബങ്ങളില്ല.
ഇനി എത്ര കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ചാലും അവർക്ക് പണമില്ലാത്തതുകൊണ്ട് അവർക്ക് സ്വന്തവുമില്ല ബന്ധവുമില്ല ആരുമില്ല. പണമുണ്ടോ അവർ ഏത് വൃത്തികേടിൽ ജീവിച്ചാലും അവർക്ക് സ്വന്തക്കാരും ഉണ്ടാവും ബന്ധക്കാരും ഉണ്ടാവും. അതായത് ഇന്നത്തെ കാലം വല്ലാത്തൊരു കാലം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്ത്രീകളോടും ഞാൻ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെ മക്കളെ പോറ്റാനും വീട്ടിലെ കാര്യങ്ങൾ നടത്താനും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എല്ലാം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു വീട്ടിൽ പട്ടിണിയാകുമ്പോൾ മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വീട്ടിലൊരു ബുദ്ധിമുട്ടാകുമ്പോൾ വീട്ടിലൊരു നല്ല ദിവസമാകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അതിൽ പുരുഷന്മാർ ഭർത്താവില്ലാത്ത ആൾ കൂടുതൽ കഷ്ടപ്പെടും. അല്ലാത്ത ആൾക്ക് ഭർത്താവ് കൊടുക്കുമ്പോൾ അതൊരു പ്രശ്നം വരില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, നിങ്ങൾ പല ലോൺ എടുക്കുമ്പോൾ പല ഗ്രൂപ്പിൽ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് പറ്റിയ ചതി പോലെ നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. എനിക്ക് തന്നെ പലതും കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇടിപൊട്ടുന്ന പോലെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം കേൾക്കേണ്ട ഒരു ബാധ്യസ്ഥയായല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ എങ്കിൽ ഞാൻ ചെയ്തിടത്തോളം നല്ല കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ കൊടുക്കാനുള്ളത് എന്നാലും നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമ്മളെടുത്ത് സാഹചര്യം മോശമായതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാണ്ടിരുന്നത്. ഇന്നല്ലേ നാളെ ഇത് കൊടുക്കും. പക്ഷേ ഈ നമ്മളെ പരിഹസിച്ചത് ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഈ സത്യാവസ്ഥ ആരും അറിയാണ്ടാണ്, ഓരോ കാര്യം അറിയാണ്ടാണ് പല ആൾക്കാരും എന്നെ പരിഹസിക്കാനും പല ആൾക്കാർ എന്നെ തരം താത്താൻ ഇടുന്നതും ഇതൊക്കെ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്? ഇത് പാവങ്ങൾക്ക് ജീവിക്കാൻ ഈ നാട്ടിൽ അർഹതയില്ലേ? പണക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുമോ? പാവങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹങ്ങളുമില്ലേ? അവർക്ക് സ്വപ്നങ്ങളില്ലേ? അവർക്ക് ജീവിതമില്ലേ? നിങ്ങൾക്കും പണക്കാരൊക്കെ മക്കൾക്കേ ജീവിക്കണ്ടു. ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചൊരു നല്ല ആളാക്കണം നമുക്കില്ലേ? ഇല്ലേ? നമ്മളെ മക്കളെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി നമ്മളെല്ലാം നമുക്ക് വേണ്ടുന്ന നഷ്ടപ്പെട്ടിട്ടും നമ്മൾ മുന്നോട്ട് പോകാൻ ഓരോ ദിവസവും നമ്മൾ പല ആൾക്കാരെ കാലും കയ്യും പിടിച്ചിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ തടസ്സമാക്കുക, അവിടെ ഇതാക്കുക. ഞാൻ പറയാം, എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് വിചാരിക്കണ്ട. എല്ലാവരും ഒരുപോലെ ഇരിക്കൂല. ഇത് ഒറ്റപ്പെട്ട സ്ത്രീകൾക്ക് പല രീതിയിലും അറ്റാക്ക് വരും. അങ്ങന്നും ഇങ്ങും കുറേ നരമ്പ് രോഗികളായാലും കുറേ അങ്ങനായാലും ഇങ്ങനെ ഒരു സ്ത്രീനെ തകർക്കാൻ എന്തെല്ലാം കാര്യങ്ങളെ ചെയ്ത് കൂട്ടുന്നതെന്നാണ്. ഒരു ഭാഗം ഇല്ലെങ്കിൽ ഒരു ഭാഗം ഒരു ഭാഗം. ഞാൻ തളരുമൊന്നുമില്ല. ഞാൻ ഇതിലും തളർന്ന് നിന്ന ജീവിതമുണ്ട്. ഇപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം എത്ര എന്നെ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ തകരില്ല. എന്നുവെച്ചാൽ ഞാൻ എനിക്കൊരു സത്യസന്ധി പോരാത്തെ നിങ്ങൾ തളർത്താൻ കുറേ കാലമായി നിങ്ങൾ കളിക്കുന്നത്. ഇന്നലെയല്ല, പിന്നെയും ഞാൻ അവിടെ ജോലി എടുക്കുന്ന സമയത്ത് ഞാൻ ലോണും കാര്യം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടും പലരും എടുത്തും കയറി ഇറങ്ങിയിട്ട് അതെല്ലാം അവിടെ തടസ്സങ്ങളാക്കി വെച്ച് ഞാൻ പോട്ടെ. മക്കളെ ഭാവി നഷ്ടപ്പെടുത്തും. ഒരു പഠിക്കാനങ്ങ് മുന്നോട്ട് പോകാൻ അതിനെ സഹായിക്കാനായിരിക്കും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും മുന്നോട്ട് പോയി എന്നിട്ടും നല്ലൊരു ജീവിതം കിട്ടി. അതിനും നിങ്ങൾ എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്കെല്ലാം എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നിങ്ങളെ വീട്ടിൽ വരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, ഭർത്താവിൻ്റെ അമ്മയില്ല അമ്മേൻ്റെ കാര്യം നോക്കി എല്ലാ രീതിയിലും ഒരു സ്ഥലത്തും പോക്കില്ല. ഭർത്താവിൻ്റെ ഒപ്പം പോകുന്നു, ഭർത്താവിൻ്റെ ഒപ്പം വരുന്നു. എൻ്റെ വീട് എൻ്റെ ഭർത്താവ് അത്രയും നിൽക്കണം. ഞാൻ ആരുമായിട്ടൊരു കോണ്ടാക്ട് വെക്കുന്നില്ല. ഒന്നും എൻ്റെ നല്ല ഫ്രണ്ടോട് മാത്രം എൻ്റെ നാട്ടിലുമായിട്ടും അധികാരം എടുക്കുമ്പോൾ എപ്പെങ്കിലും ഒന്ന് എൻ്റെ നാട്ടിൽ പോകുന്നു, എൻ്റെ കാരണവരുടെ വീട്ടുകാരുടെ ഒന്ന് പോകുന്നു, എൻ്റെ നല്ല ഫ്രണ്ടുമാരുണ്ട് അവരെടുത്ത് പോകുന്നു. അവരോട് ഞാൻ വിളിക്കുന്നുണ്ട്. എല്ലാവരോടും പറയണേ കടവുണ്ട്, അതെങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കണം. എല്ലാവരും ഇതിലും വലിയ കടബാധ്യതയുള്ള സ്ത്രീകൾ അവിടെയുണ്ട്. 10-15 ലക്ഷം റുപ്യ കടവ്. അവർക്ക് ജോലിയില്ല, അവർ ജോലി എടുക്കുന്നില്ല. അവരെ ഭർത്താവ് ചെറിയൊരു ജോലി എടുക്കുന്ന ഒരാളാണ്, അവർ വാടകയ്ക്ക് നിൽക്കുന്ന ആളാണ്. അവരൊന്നും ആരും പറയാണ്ട് നമ്മളെ മാത്രം അവരും പല രീതിയിൽ അടക്കാണ്ട് നിന്നിട്ടും അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്രൂപ്പായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ ലോണ് ഓരോരുത്തരുടെ ലോണും അവരെടുത്തിട്ട് അവരടക്കൂല. അടക്കാതെ തന്നെ ഇങ്ങനെ പല രീതിയിലും അവരവിടുന്നൊന്നും ആരും ഒന്നും പറയാം. അവർക്ക് ആൾക്കാരുണ്ട്, ബാക്കിൽ മുമ്പിൽ അവർക്ക് ആൾക്കാരുണ്ട് നടക്കാൻ. നമുക്കാരുമില്ലാത്തതുകൊണ്ട് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക. ഞാൻ ഒരു കാര്യം, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വിരോധമില്ല. ഞാൻ തന്നത് ഞാൻ തീർക്കുന്നു. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും തീർക്കുന്നു. എൻ്റെ സാഹചര്യം നമ്മളെ ബുദ്ധി കൊണ്ടല്ല വന്നത്, നമ്മളെ ഈ സാഹചര്യത്തിൽ ആക്കിയ ജനങ്ങളാണ്. കുറേ ജനങ്ങൾ നമ്മളെ ഈ സാഹചര്യത്തിലാക്കി വെച്ച് മുന്നോട്ട് നന്നായി ജീവിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിലോ നിങ്ങളെ എന്തെങ്കിലും ദ്രോഹത്തിന് നമ്മൾ വന്നിട്ടുണ്ടാകും? ഞാനും എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ഒരു ദ്രോഹത്തിന് വന്നിട്ടുണ്ടാകും? ഒരു ദ്രോഹത്തിനും വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളെ ബാക്കിൽ ഇങ്ങനെ കൈ കഴുകിയിട്ട് ഇങ്ങനെ നമ്മളെ ബാക്കിൽ ഇങ്ങനെ യൂട്യൂബ് നിർത്താനാണ് നിങ്ങൾ ഇത് കളി കളിക്കുന്നത്? ഞാനും ഭർത്താവും ഡാൻസ് കളിച്ച് വീഡിയോ എടുത്ത് അത് നിങ്ങൾ നിർത്താൻ ഒരുപാട് കളി കളിച്ചു. ഒരുപാട് നിങ്ങൾ മെസ്സേജ് സ്ത്രീകളെ കൊണ്ടും
മെസ്സേജ് വിടിപ്പിച്ച് തുടങ്ങിയ കാലം തൊട്ട് മെഞ്ഞാന്ന് വരെയും സ്ത്രീകളെ കൊണ്ട് മെസ്സേജ് ഇങ്ങനെ വിടിപ്പിച്ച് യൂട്യൂബ് നിർത്ത് എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്, പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവിടെ അനുവദിക്കുക. ഞാനെന്തിനാ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ആവശ്യം? ഒറ്റക്കല്ലേ ഞാൻ 8 കൊല്ലം ജീവിച്ചത്, ഒറ്റക്കല്ലേ ഞാൻ അതിജീവിച്ചത്. 8 കൊല്ലം ഞാൻ ജീവിച്ചത് എനിക്ക് മാത്രമേ അറിയൂ. അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ട്രെയിനിന് ചാടി മരിച്ച ആ സ്ത്രീ ഒറ്റ 2 മക്കളെ, ആ 2 പെൺമക്കളെയും കൊണ്ട് അവർ ജീവിച്ച ജീവിതം, അവർ അനുഭവിച്ച വേദനകൾ എത്ര വേദനകളാണ്. അത് അനുഭവിക്കുന്നൊക്കെ ആ വേദനകൾ അറിയും. നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ആർക്കും അത് മനസ്സിലാവില്ല. അവരനുഭവിച്ച വേദന എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെപ്പോലെ അല്ലെ അനുഭവിച്ച സ്ത്രീകൾക്ക് മനസ്സിലാവും, പക്ഷെ നിങ്ങളെപ്പോലത്തെ ആർക്കും അത് മനസ്സിലാവില്ല. ആ അമ്മേൻ്റെ മനസ്സിൻ്റെ അകത്ത് ഏറ്റവും വലിയ വേദന അവർ മരിക്കുമ്പോൾ അല്ല, ആ 2 കുഞ്ഞ് പെൺമക്കളെ കൊല്ലേണ്ടി വരുന്നല്ലോ, എൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടി വരുന്നല്ലോ എന്നുള്ള വേദന. പക്ഷെ അതിലും വലിയ വേദനയാണ് ഒരിക്കും ആ കുട്ടികളെ ജീവനോടെ വെച്ചിട്ടുണ്ട്. അവരെന്തെല്ലാം മാനസികാവസ്ഥ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീക്ക് നന്നായിട്ടറിയാം. ഒരമ്മയാണെന്നവർ നന്നായിട്ടറിയാം. ഈ അമ്മക്ക് ആ മക്കളെ കൊണ്ട് ആ കുട്ടീനെ അവർ കൊന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവർക്ക് എവിടെയെങ്കിലും പോയി കിടക്കാം, അവർക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയി കിടന്നുറങ്ങാം. പക്ഷെ പെൺകുട്ടിയൊക്കെ അങ്ങനെയല്ല. ഒരു പെണ്ണായി ജനിച്ചാൽ അനുഭവിക്കേണ്ട വേദനകൾ, ജനിച്ച നാൾ തൊട്ട് ഒരു പടവും സ്വാധീനവും ഇല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ട വിഷമങ്ങൾ, അവർ അനുഭവിക്കേണ്ട അപമാനങ്ങൾ, അത് താങ്ങാൻ പറ്റാത്തതാണ്. കുറേ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ, എനിക്കറിയാം. ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന പല വേദനകളും. പക്ഷേ ഇന്ന് നമ്മളെ സ്നേഹിക്കുന്ന നല്ല ആൾക്കാരില്ലോണ്ട്, നമ്മളെ മനസ്സിലാക്കിയ നല്ല ആൾക്കാരില്ലോണ്ട് നമുക്ക് സമാധാനം പറഞ്ഞ് വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കും, ഞങ്ങളുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പം നമുക്കൊരു സമാധാനം ശരിയാകാം, ഈ ഒരു സന്തോഷം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെല്ലാം എത്ര കളി കളിച്ചാലില്ലേ മേലൊരു ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവർ വിചാരിക്കണം നമ്മളെ തകർക്കാൻ. നിങ്ങളെന്ത് കളി കളിച്ചാലും എന്താ, നിങ്ങൾ പല കളി കളിച്ചിട്ട് നമ്മൾ തകർന്നിട്ടില്ല. ഇനിയും നിങ്ങൾ കളിച്ചോ, കുഴപ്പമില്ല നമുക്ക്. പക്ഷെ നമ്മൾ തകരൂല, നമ്മൾ യൂട്യൂബ് നിർത്തൂല, നമ്മൾ ഡാൻസ് കളിക്ക് മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് എനിക്ക് ഇത്രയേ പറയാം. നിങ്ങളെ നല്ലതിന് നമ്മൾ വന്നിട്ടില്ല, നമ്മളെ നല്ലതിന് നിങ്ങൾ നല്ലയായാലും പഠിക്കണായാലും നിങ്ങൾ വരണ്ട. നിങ്ങളെ ഒന്നിനും ഞാൻ വന്നിട്ടില്ലല്ലോ. എന്നെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭർത്താവിന് നമുക്ക് ഇഷ്ടമില്ലാണ്ട് എൻ്റെ കല്യാണം കഴിച്ചത്. അല്ലാണ്ട് നിങ്ങളെ ആരെയും അനുവാദം ചോദിക്കേണ്ട അവർക്ക് ആവശ്യമില്ല, എനിക്കും ആവശ്യമില്ല. നമ്മളായി നമ്മളെ ജീവിതമായി. നിങ്ങളെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക, നിങ്ങൾ മറ്റുള്ള കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണ്ട. പിന്നെ ഭർത്താവ് കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും ഭർത്താവും തന്നെ പറഞ്ഞിന് അവർക്ക് കുടുംബങ്ങളാരും ഇല്ല എന്ന് ഫസ്റ്റേ പറഞ്ഞിന്. പിന്നെ ആരും ഇടപെടേണ്ട ആവശ്യവും ഇല്ലാത്തില്ല. അത് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് കുടുംബങ്ങളില്ല. അച്ഛൻ മരിച്ചിരിക്കുന്ന മുമ്പിലും അതിനു മുമ്പിൽ അവരനുഭവിച്ച എല്ലാ വേദനകളും, അവർ അനുഭവിച്ച സകല വേദനകൾ, അമ്മ തൊട്ട് അവർ വാടക വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയ സകല അനുഭവങ്ങളും, എല്ലാ അനുഭവങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഭർത്താവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ദ്രോഹിക്കാൻ ആരും വരണ്ട. വന്നാലും നമ്മൾ ഒരു വിധത്തിലും നമ്മൾ ഇതാക്കൂല, നമ്മൾ തകരുകയില്ല. എൻ്റെ ഭർത്താവ് ഉറച്ച തീരുമാനത്തിൽ, ഞാൻ ഉറച്ച തീരുമാനത്തിൽ തകരുകയില്ല. യൂട്യൂബ് തുടങ്ങും. ഭർത്താവ് ഇപ്പാണ് ഒരു ഉഷാറായി വരുന്നത്, നല്ല ഇതായി വരുന്നത്. അത് തകർക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കണ്ട. ആ മനുഷ്യൻ സന്തോഷമായി മുന്നോട്ട് ജീവിച്ചോട്ടെ, അത്രയും ഞാൻ പറയും. ഒരു പാവ മനുഷ്യനെ മുന്നോട്ട് ജീവിച്ചോട്ടെ, ഇനിയൊന്നും തകർക്കാണ്ടിരിക്കും. കുട്ടിക്കാലം മുതൽ ആരും അവരുടെ അടുത്ത് വരാനോ പോകാനോ അവർക്കൊരു ഡ്രസ്സ് മേടിക്കാനോ അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആരും ദ്രോഹിക്കാണ്ട് നിന്നാൽ മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര അറിയുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെ നല്ലതിനും വന്നിട്ടില്ല, വടക്കിനും വന്നിട്ടില്ല. പിന്നെ അയ്യേൻ്റെ എന്നോട് ഒരുപാട് മോശമായി പെരുമാറിയോണ്ട് ഞാനൊക്കെ 2 വാക്ക് പറയേണ്ടി വന്നുകൊണ്ട് ഞാൻ അവരച്ഛൻ്റെ പെങ്ങളോട് പറയേണ്ടി വന്നു. എന്നെ അത്രയും ഇതാക്കിയോണ്ട് ഞാൻ പറഞ്ഞില്ല. അതല്ലേ ഞാൻ പറയൂല. ഞാൻ എനിക്ക് നല്ലൊരു ബഹുമാനവും ഞാൻ ഇത് കൊടുത്തതാണ്. അന്നും കൊടുത്തിന്. അവരെടുത്ത് പോയാലും ഞാൻ പറഞ്ഞതിന് വേണ്ടി ഒറ്റപ്പെട്ടായതുകൊണ്ട് ഞങ്ങൾ നോക്കൂല നിങ്ങളെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അവർക്ക് അതല്ല വേണ്ടേ. അവർക്ക് അമ്മയില്ല സമയത്ത് അവരെ മോന അവിടെ ഒറ്റയ്ക്ക് അവരെപ്പുറം പോയി നിൽക്കുന്നു. കല്യാണം കഴിച്ചവർ ഇപ്പോഴും പറയുന്നു അവരെടുത്ത് പോയി നിൽക്കും. ഇതന്നെ അവരെ ഡിമാൻഡ്. പക്ഷേ ഞാൻ പറയും, നമ്മളെ പാടായി നമ്മൾ ജീവിക്കുന്ന, നമ്മളെ ആരും ദ്രോഹിക്കാൻ വരണ്ട. നമ്മൾ നിങ്ങളെ നല്ലതിനും വരുന്നില്ല, വടക്കിനും വരുന്നില്ല. നമ്മൾ ജോലി എടുത്ത് നമ്മൾ ജീവിച്ചോട്ടെ. നമ്മളെ ബാധ്യത അതോ ഇല്ല, നമ്മൾ നോക്കിക്കോളൂ. ആ ബാധ്യതയോ ഇതുണ്ടെങ്കിൽ നിങ്ങളാരും അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ദ്രോഹിക്കാൻ നിൽക്കരുത്. നമ്മൾ ഒന്നേ പറയണം, നിങ്ങളെ നല്ലതിനുമില്ല, വടക്കിനുമില്ല, ഒന്നിനുമില്ല. നമ്മൾ ജീവിക്കുന്ന നമ്മളെ ഇഷ്ടത്തിനാണ്. നമ്മളെ ജീവിതം എല്ലാ പൗരന്മാർക്കും ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു ആണായാലും പെണ്ണായാലും ജീവിക്കേണ്ട അർഹതയുണ്ട്. അവരിഷ്ടമാണ്, അവരുടെ ജീവിതമാണ്. അവരുടെ ജീവിതത്തിന് ആരും ഇടപെടാൻ നിൽക്കണ്ട. അതപ്പോൾ എൻ്റേതായാലും ഭർത്താവിൻ്റെ ആയാലും എൻ്റെ കാര്യത്തിൽ എൻ്റെ ആൾക്കാരും ഇടപെടേണ്ട ആവശ്യമില്ല, ഭർത്താവിൻ്റെ ആയാലും ഭർത്താവിൻ്റെ ഇടപെടേണ്ട ആവശ്യമില്ല.
നമ്മളെ രണ്ടാളെ ഇഷ്ടമാണ്, നമ്മൾ രണ്ടാളും ജീവിക്കണം, നമുക്ക് ജീവിക്കണം മുന്നോട്ട്. അവിടെ നമ്മൾ ജീവിക്കുക തന്നെ ചെയ്യും അല്ലേ അല്ലേ? അത് അൻവർത്താവും അത് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും ദ്രോഹിക്കാനോ ഇതാക്കാനോ ഇനിയും നിങ്ങൾ യൂട്യൂബിൽ പിന്നെ തകർക്കാൻ നിങ്ങൾ പല സമയം ശ്രമിച്ച കാര്യമില്ല. നമ്മൾ യൂട്യൂബ് നിർത്തില്ല. ഇത്രയേ പറയാനുള്ളൂ. ഒരു സ്ത്രീൻ്റെ മാനസികാവസ്ഥ ഒരുപാട് വേദന ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വേദന ഇപ്പോൾ ഇല്ല, ഞാൻ വേദനിക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാലും ഇനിയെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീകളെ ജീവിക്കാൻ നിങ്ങളെല്ലാം അനുവദിക്കും. കടം വാങ്ങുന്നതും ഇതെടുക്കുന്നതും അവരെ ഗതികേട് കൊണ്ടാണ്. അവർ പാവപ്പെട്ട ആൾ ആരെയും പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് പൈസക്കാരെ പറ്റിക്കുന്നു. പക്ഷേ അവരതൊന്നും പുറത്തു വരില്ല. അവരൊക്കെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനല്ല, നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഗതികേടിൻ്റെ വിലയെടുക്കാൻ അവർ നോക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളെപ്പോലത്തെ ആൾ ജീവിച്ചോട്ടെ. ഒന്നിനും നമ്മൾ വരുന്നില്ല. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ.